മണിപ്പൂർ നൽകുന്ന സന്ദേശം ഭൂരിപക്ഷത്തിന് എന്തുമാവാം. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പും പിമ്പും ഒട്ടനവധി കലാപങ്ങൾ നടന്നിട്ടുണ്ട്. ഇവയൊക്കെ അടിച്ചമർത്തുന്ന കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ പരാജയപ്പെട്ടിട്ടില്ല. മണിപ്പൂർ കലാപം മാസങ്ങളോളം നീണ്ടു നിൽക്കുവാൻ പോകുന്നതിന് കാരണം ഭരണകൂടങ്ങളുടെ നിയമവ്യവസ്ഥയോടുള്ള താല്പര്യമില്ലായ്മയോ അറിവില്ലായ്മയോ ആയിരിക്കണം. ഇന്ത്യയിലെ കലാപകാരികൾ ഏതുതരം ചിന്തയുടെ ഭാഗമാണെങ്കിലും ഇവരെല്ലാം ചില ജില്ലകളിലും സംസ്ഥാനങ്ങളിലും പ്രാദേശികമായി ഒതുങ്ങി നിൽക്കുന്നവരാണ്. ഇവരെ ഇന്ത്യൻ സാഹചര്യത്തിൽ അമർച്ച ചെയ്യുവാൻ കഴിയുന്നതാണ്. മണിപ്പൂർ കലാപത്തിന് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് സംവരണം, മറ്റൊന്ന് മതാത്മരികതയുമാണ്. സംവരണം എന്ന് പറയുന്നത് സാമൂഹികവും സാമ്പത്തികവുമായി മാറ്റി നിർത്തപ്പെട്ടവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ മഹാനായ അംബേദ്കറുടെ ആവശ്യപ്രകാരം ബ്രിട്ടീഷുകാരുടെ ഭരണകൂടം നടപ്പിലാക്കിയതാണ് ഇന്ന് ഇന്ത്യയിൽ കാണുന്ന സംവരണം. ഇത് ഓരോ സംസ്ഥാനങ്ങളും വിഭജിക്കുന്നത് ജനസംഖ്യാ അടിസ്ഥാനത്തിലാണ്. അത് ഈഴവരടക്കമുള്ള OBC വിഭാഗത്തിന് 23%, മതാത്മകവാദികളായ മുസ്ലിം വിഭാഗത്തിനടക്കം 14%, ഭരണഘടനയിലെ പട്ടികയിൽ ഉൾപ്പെട്ട പട്ടികാധിപത്യ വിഭാഗങ്ങൾക്ക് 113 സമുദായങ്ങൾക്ക് 10% സംവരണവും. ഈ സംവരണം ജാതീയമായി വീതം വെച്ചാൽ ജാതികൾക്ക് 0.5% സംവരണം പോലും ലഭിക്കുന്നില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ഇത്തരം സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക സംവരണവും നടപ്പിലാക്കുമ്പോൾ നിലവിലുള്ള സംവരണം വീതം വയ്ക്കേണ്ടതില്ല. ഇനി സംവരണം വീതം വയ്ക്കണമെങ്കിൽ ജനകീയ ബോധവൽക്കരണം അനിവാര്യമാണ്. കാരണം 1967 കേരള സംസ്ഥാനത്ത് 2% സംവരണം അവർ ക്രൈസ്തവർക്ക് നൽകുകയുണ്ടായി. കേരളത്തിൽ സംവരണത്തിൻ്റെ പേരിൽ ഒരു കലാപവും നടന്നിട്ടില്ല. ഈ സംവരണത്തിൻ്റെ ഉപജ്ഞാതാവ് പുലയ സമുദായത്തിൽ നിന്നും ക്രിസ്തുമതം സ്വീകരിച്ച VC ജോൺ എന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ്. കേരളത്തിലെ ഇതിനായി ശ്രമിച്ചത് സാമ്പത്തിക സംവരണവാദം ഇന്ത്യയിൽ ആദ്യം നടപ്പിലാക്കിയത് ഉത്തർപ്രദേശിൽ അധികാരത്തിലിരുന്ന മായാവതി സർക്കാരാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം പരിഹരിക്കപ്പെടുവാൻ ഇങ്ങനെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്ന സാഹചര്യമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. രാജ്യത്ത് വോട്ടിന് വേണ്ടി കലാപകാരികളെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം ഇന്ത്യയിലെ ഭരണകൂടത്തിന് യോജിച്ചതല്ല. കേരളത്തിലെ 20 പാർലമെൻറ്റ് മെമ്പർമാർ വിചാരിച്ചാൽ ഇന്ത്യയിലെ ഭരണകൂടത്തിന് യാതൊന്നും സംഭവിക്കുന്നില്ല. ഈ സാഹചര്യം തന്നെയാണ് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങളുടെ വോട്ടവകാശം ദേശീയ നേതാക്കന്മാരുടെ മഹത്തായ സംഭാവനയാണ്, അല്ലാതെ പ്രാദേശിക ജാതി മത ചിന്തയുടെ സംഘബലമില്ലാത്തതിൽ നേടിയെടുത്തതല്ല. ഭൂരിപക്ഷവും ന്യൂനപക്ഷവും എന്ന വാദം ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടതാണ്. ഈ വസ്തുതകൾ ആകെ ജനങ്ങളെ ബോധവൽക്കരിക്കപ്പെടേണ്ടതാണ്. എങ്കിലേ ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യതയും സമഗ്ര പുരോഗതിയും എന്ന ആശയവും പ്രാവർത്തികമാകാൻ സാധിക്കുകയുള്ളൂ. ജാതിരഹിത ജനാധിപത്യം മഹത് വ്യക്തികളുടെ നയമാണ്. ജാതി അധിഷ്ഠിതമായ സാമൂഹിക വ്യവസ്ഥിതി ജാതിരഹിത വ്യവസ്ഥിതിയാകണമെങ്കിൽ ഉന്നതകുലമെന്നും കീഴ്കുലമെന്നുമുള്ള വേർതിരിവ് ഇന്ത്യയിൽ നിന്നും മാറണം. ഉദാഹരണത്തിന് വയനാട്ടിലെ ആദിവാസികളെ കുറിച്യർ ബ്രഹ്മാവിൻ്റെ മുഖത്തിൽ നിന്ന് ജനിച്ചവരാണെന്ന് അവർ വിശ്വസിക്കുന്നു. ബ്രാഹ്മണരുള്ള ഭൂമുഖത്തുള്ള മറ്റെല്ലാ സമുദായങ്ങളും അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെട്ടവരാണവർ.